എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ നെയ്ത്തുശാലയാണ് ഇത്. ഖാദി ഗ്രാമവ്യവസായ വകുപ്പിൻ്റെ ആണ് ഈ നെയ്ത്തുശാല. പുതുതലമുറയ്ക്ക് ഒരുപക്ഷെ അത്രയധികം പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം ഏറ്റവും അധികം ആളുകൾ ഈ വിപണന മേളയിൽ എത്തുന്നവർ ശ്രദ്ധിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ നെയ്ത്തുശാല. മനോഹരമായ ഒരു മുണ്ട് അല്ലേ, മുണ്ടാണ് നിർമ്മിക്കുന്നത്. ഇത് എത്ര ദിവസം എടുക്കും ഒരു മുണ്ട് നിർമ്മിക്കാൻ? 2 മണിക്കൂർ എടുക്കും ഒരു ദിവസം. മുണ്ട് നിർമ്മിക്കുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇത് എലന്തൂരിലെ ഖാദിയുടെ സെൻറ്ററിലെ ആളുകളാണ്. ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ ടീച്ചറുണ്ട്, ഇതിൻ്റെ അധ്യാപിക, ഇവരെ പഠിപ്പിക്കുന്ന ആൾ കൂടെ. ടീച്ചറെ നമസ്കാരം. ഇവിടെ എത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇത് കണ്ടത്, കൗതുകം തോന്നുന്നത്. കാരണം പുതിയ തലമുറയ്ക്ക് അത്ര പരിചിതമല്ലാത്തൊരു കാര്യമാണ്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് പറഞ്ഞു തരാമോ? ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പുതിയ തലമുറ നമ്മൾ ഖാദി എന്ന് പറയുന്ന കൈകൊണ്ട് നൂല് നൂറ്റ കൈകൊണ്ട് നെയ്ത് വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ള അതിൻ്റെ ഒരു പാരമ്പര്യം, ആ ആശയം നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എലന്തൂര് ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ കീഴിലുള്ള സ്ഥാപനം പ്രവർത്തിച്ചു പോരുന്നത്. ഇപ്പോൾ നമുക്ക് 6 മാസം കൊണ്ട് ട്രെയിനിങ് കൊടുത്ത് പുതിയ ആൾക്കാരെ ഇതിലോട്ട് ഞങ്ങൾ കണ്ടെത്തി തൊഴിൽ പഠിപ്പിച്ച് പുതിയ തൊഴിൽ മേഖലയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രവർത്തനം ഒന്ന് കാണിച്ചു തരാം. ആദ്യം ഇവിടെ തന്നെ തുടങ്ങാം. ഇതെന്താണ്? ആദ്യം നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ചർക്കയാണ്. അതിൽ ചില നേരിട്ട് പഞ്ഞിയുടെ റോളുകളാണ് നമുക്ക് കിട്ടുന്നത്. ആ റോളിനെ ചർക്കയിൽ കറക്കി നൂലാക്കി എടുക്കും. ആ നൂലാണ് ഈ കാണുന്നത്. ഈ നൂലിനെ നമ്മൾ പ്രീ പ്രോസസ്സിങ്ങിലൂടെ നെയ്ത്തിലോട്ട് കൊണ്ടുപോകാം. ഇതാണ് ഇപ്പോൾ മോഡിഫൈഡ് ചർക്കയാണ്. ഇപ്പം നമ്മളിതാണ് വ്യവസായ അടിസ്ഥാനത്തിൽ ഉപയോഗിച്ച് പോരുന്നത്. ഇത് കറക്കി പഞ്ഞി അരച്ചുകൊണ്ട് ഇതിലായിട്ട് ഈ കനത്തിലുള്ള നൂലാക്കി എടുക്കുന്നു. അതാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ നൂലുണ്ടാകുന്ന ചെളികളും ഒക്കെ 7 ദിവസം വെള്ളത്തിലിട്ട് പുഴുങ്ങി ക്ലീൻ ചെയ്ത് ഇത് നല്ല വൈറ്റ് കളറാക്കി എടുക്കും. ഇനി ഇതിനും വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ബ്ലീച്ച് ചെയ്യാനൊക്കെ കൊടുത്തിട്ടാണ് ബ്ലീച്ച്ഡ് മുണ്ടുകളായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീടെന്ന് വെച്ചാൽ ഒരുപാട് പ്രീ പ്രോസസ്സിങ് പാവിടിയിൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തറിയിൽ കൊണ്ടുവന്ന് ഊട് കൊടുത്താണ് ഒരു തുണിയാക്കി നമ്മൾ എടുക്കുന്നത്. കൈകൊണ്ട് തന്നെ. നമ്മുടെ ഒരു നെയ്ത്തിന്റെ ഒരു തുണി ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് ഊടും പാവുമാണ്. ഊടും പാവിലെ പാവ് നിർമ്മാണം നമ്മുടെ തന്നെ യൂണിറ്റുകളിൽ നടക്കുന്നുണ്ട്. പാവാണ് ഈ കാണുന്നത്. ഈ പാവിനെ ഇപ്പോൾ ഈ നിലവിലുള്ള മുണ്ടെന്ന് വെറൈറ്റി എന്ന് പറയുന്നത് ഇതൊരു 2640 നൂല് എണ്ണം വരുന്ന ഒരു ഒറ്റമുണ്ടാണ് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒറ്റമുണ്ടിനെ നമ്മൾ റോളാക്കി കൊണ്ടുവരും. നൂലിനെ തറിയിൽ കൊണ്ടുവന്ന് നെയ്ത്തുകാരതിനെ ഊട് കൊടുത്തുകൊണ്ടാണ് തുണിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പം തന്നെ ഒരു മുണ്ടായി മാറുകയാണ് അല്ലേ? നമ്മളൊരു നല്ലൊരു കൗതുകമുള്ളൊരു കാഴ്ച കൂടിയാണ്. കാരണം ആ നൂലെടുത്ത ഈ കാണുന്ന രീതിയിൽ നൂലുകളായിട്ട് വന്ന മാത്രമാണ് ഇപ്പോൾ നിലനിന്ന് പോകുന്നത്. ബാക്കിയൊക്കെ മിൽ നൂലുകളാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. മില്ലുകളിൽ ഒക്കെ ആയിട്ട് പറഞ്ഞോളൂ. ഖാദിയിൽ മാത്രമാണ് പഞ്ഞിയുടെ തന്നെ നൂലരച്ചുകൊണ്ട് പോകുന്നത് അല്ലേ? ഇപ്പോൾ തന്നെ ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പം നല്ല ആ നൂല് നല്ല മനോഹരമായ ഒരു മുണ്ടായി മാറുന്ന ഒരു കാഴ്ചയാണ്. അപ്പം ഇതിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഉണ്ട് ഇവിടെ. ഖാദിയുടെ വിപുലമായൊരു സ്റ്റോളാണ് പ്രദർശനത്തിനായി എത്തിയിരിക്കുന്നത്. സാർ, ഇപ്പോൾ ഇലന്തൂരിൽ നിന്നാണ് നമ്മുടെ ഇതിലെ പിന്നെ ഖാദി ബോർഡിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ ഓഫീസ് ഗാന്ധിജിയുടെ പാദസ്പർശം കൊണ്ട് പരിപാവനമായ ഇലന്തൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇലന്തൂരിൽ ഉൽപ്പാദിപ്പിച്ച ആ ഒരു ഖാദി ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളിലും നമ്മുടെ 4 ഷോറൂമുകളിലായിട്ട് നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് ഓണക്കാലത്താണ് നമുക്ക് വിൽപ്പന കൂടുതലായിട്ട് ഉണ്ടാവുക. ഓണക്കാലത്ത് എന്തായാലും 30% വരെ റിബേറ്റോട് കൂടി സാധനങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാവപ്പെട്ട തൊഴിലാളികളാണ് ഖാദിയിലെ ഈ ഖാദി വർക്കേഴ്സായിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 5 നെയ്ത്ത് കേന്ദ്രങ്ങളും 7 നൂൽപ്പ് കേന്ദ്രങ്ങളും ഉണ്ട്. ഇത് കൂടാതെ ഒരു റെഡിമെയ്ഡ് പാവ് നിർമ്മിക്കുന്ന കേന്ദ്രമുണ്ട്. കൂടാതെ ഇപ്പോൾ ഉടൻ തന്നെ നമ്മൾ കൊടുമണ്ണിൽ ഒരു പുതിയ കുപ്പടം മാത്രം നെയ്യുന്നതിന് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിപ്പോൾ ഈ മാസം തന്നെ ഈ മെയ് അവസാനമോ ജൂൺ ആദ്യമോ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇത് കൂടാതെ ഈ ഖാദി തുണികൾ കൂടാതെ തന്നെ ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളായിട്ടുള്ള നമ്മുടെ ഇതുപോലെയുള്ള നറുതേൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ശുദ്ധമായ തേനാണ് ഈ സാധനം. നമ്മുടെ ഇലന്തൂരിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. അതുകൂടാതെ പിന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സാധനമാണ് ഈ മരച്ചക്കിലാക്കിയ എണ്ണയാണ്. ശുദ്ധമായ ഈ എണ്ണ ആയതുകൊണ്ട് സാധാരണ ആയുർവേദം മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാനും അതുപോലെയുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. മരച്ചക്കിലാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ മരച്ചക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചൂടാകുന്നില്ല. ചൂടാകാതെ തന്നെ നമുക്ക് നല്ല എണ്ണ കിട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇത് കൂടാതെ ഖാദി ബാർ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിക്ക് വർഷങ്ങളായിട്ട് ഖാദി ബോർഡിൻ്റെ സോപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഖാദി ബോർഡിന് ഈ ഖാദി കൂടാതെ ഖാദി ഗ്രാമ വ്യവസായ ബോർഡെന്നാണ്.
നമ്മൾ പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതിയായിട്ട് PMEGP പദ്ധതിയുണ്ട്, അതുപോലെ എൻ്റെ ഗ്രാമം പദ്ധതിയുണ്ട്. അതിലൂടെ ജനങ്ങൾക്ക് സ്വയം തൊഴിലുള്ള ധാരാളം അവസരങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തണമെന്നും ഈ ശുദ്ധമായ ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഇത്തരം വസ്ത്രങ്ങൾ തന്നെ ഉപയോഗിച്ച് നമ്മുടെ ത്വക്കിനും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ പരിസ്ഥിതിക്കും യാതൊരുവിധ കോട്ടങ്ങളും ഉണ്ടാക്കാത്ത ഇതിലേക്ക് വരണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇലന്തൂർ ഉണ്ടാക്കിയ മുണ്ടേ അത് ഇവിടെ ഉള്ള കാണിച്ചേ. ഓ, ഇത് ഇലന്തൂർ ഉണ്ടാക്കുന്ന പിന്നെ കളർ മുണ്ടാണ്. 616 രൂപയാണ് ഇതിൻ്റെ വില. സർക്കാർ കാലാകാലങ്ങൾ റിബേറ്റ് കൊടുക്കുന്നുണ്ട്. 30% വരെ ഉത്സവ കാലങ്ങളിൽ റിബേറ്റ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ തന്നെ സ്കൂൾ തുറപ്പിനോടനുബന്ധിച്ച് പിന്നെ 30% റിബേറ്റ് കൊടുക്കുന്നുണ്ട്. 60 രൂപ, 50 രൂപ ഇതിനിപ്പം 61 രൂപ. അപ്പോൾ അതാണ് 183 രൂപ റിബേറ്റ് വരും ഇതിനകത്ത്. അപ്പോൾ അത് കുറച്ച് ഈ റിബേറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ നമുക്ക് പിന്നീട് ഈ പൈസ തരും. ഒരു സബ്സിഡിയാണ് ഈ റിബേറ്റ് എന്ന് പറയുന്നത്, അല്ല ഡിസ്കൗണ്ട് അല്ല. നമുക്ക് ഈ എമൗണ്ട് തന്നെയാണ്, സർക്കാരിൻ്റെ ഒരു സബ്സിഡി ആയിട്ടാണ് ഈ എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മുടെ ഇലന്തൂരില്ല ഈ മുണ്ടോ? ഈ മുണ്ട് നമുക്ക് ഇലന്തൂരിലല്ല, ഇത് പിന്നെ പയ്യന്നൂരിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ ഖാദി ബോർഡിന് 2 ഓഫീസുകളുള്ള ഒരു ജില്ലയാണ് പയ്യന്നൂർ. പയ്യന്നൂർ ഖാദി കേന്ദ്ര അത് നേരത്തെ പഴയ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ കീഴിലായിരുന്നു. കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തോടിൽ കേരള ഖാദി ബോർഡ് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ വൻതോതിലുള്ള ഖാദി പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ഖാദിയുടെ നിരവധി ഉൽപ്പന്നങ്ങളുണ്ട് അല്ലേ? ഖാദിയുടെ നിരവധി ഉൽപ്പന്നങ്ങളുണ്ട്. ഇവിടെ നമ്മളെല്ലാം ഒന്നും കാണിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ അത്യാവശ്യം, അതായത് നമുക്കിവിടെ ഏറ്റവും അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ്റെ ഓപ്പോസിറ്റിലായിട്ടുള്ള ബദേൽ ടവറിൽ നമുക്ക് ഖാദിയുടെ ഒരു ഷോറൂമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൗണ്ടർ മാത്രമാണ്, നമുക്കൊരു തീം സ്റ്റാളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്ന് പ്രദർശനം മാത്രമേ ഉള്ളൂ. നമ്മുടെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ബദേൽ ടവർ ചെല്ലാം. അതുപോലെ തന്നെ നമുക്ക് അടൂരിൽ റവന്യൂ ടവറിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ ബേസ്മെൻറ്റിൽ നമുക്കൊരു ഷോറൂമുണ്ട്. അതുപോലെ ഇലന്തൂർ നമ്മുടെ ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിൻ്റെ കീഴിൽ അതിൻ്റെ താഴത്തെ നിലയിൽ നമുക്കൊരു ഷോറൂമുണ്ട്. അതുപോലെ പാലമുട്ടിൽ ബിൽഡിങ്സിൽ ചേത്തോങ്കര, റാന്നി, ഇങ്ങനെ 4 ഷോറൂമുകളാണ് നമുക്ക് ജില്ലയിലുള്ളത്. നമ്മുടെ ഓഫീസിലെ ജീവനക്കാരാണ്. ഇതെല്ലാം നമ്മുടെ ജീവനക്കാരാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും ഇവരെല്ലാം പേരെന്തായിരുന്നു? തോമസ്. പിന്നെ തോമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ഷോറൂമിന്റെ മാനേജറാണ്. ആളുകൾ ധാരാളം ഇവിടെ എത്തുന്നുണ്ട് അല്ലേ? ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ആളുകൾക്ക് ഒരു കൗതുകമാണ് ഈ നെയ്ത്തുശാല അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഖാദിയുടെ ഉൽപ്പന്നങ്ങളാണ് ഇത്. ഇദ്ദേഹം മാനേജർ സാർ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം നമ്മൾ കാര്യങ്ങൾ മേടിക്കുമ്പോൾ അത് ഇവിടുത്തെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഒരു വരുമാനവും അംഗീകാരം കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ എത്തുന്ന ആളുകൾ ഇത് മേടിക്കാൻ ശ്രമിക്കുക. ക്യാമറമാൻ അഖിലേഷ് കുളമയോടൊപ്പം സുജി ടി ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.